നരേന്ദ്രമോദിയെ പോലെയുള്ള പ്രധാനമന്ത്രി ഞങ്ങൾക്കും വേണം. രാഹുൽ ഗണ്ഡിയെ പോലെ കുപ്പായോ കണിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അമേരിക്കയുമായിട്ടുള്ള ബന്ധം ആണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. ഭർത്താവായിട്ടുള്ള രാജീവ് ഗാന്ധി സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി രാജ്യ താൽപര്യത്തെ വരെ ഹനിച്ചുകൊണ്ട് യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമസ്കാരം. അപ്പോ നേപ്പാളിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ ഇതുവരെ കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ അതൊരു ഉത്സവം പോലെ കൊണ്ടാടുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം സ്വിച്ചിട്ട പോലെ കലാപം നിന്നു പോകുന്നു. അതും കേരളത്തിലെ മാധ്യമങ്ങൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷമുള്ള കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഓൺ എയർ ചാനലുകൾ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പറുകൾ, അങ്ങനെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ. നമ്മൾ യൂട്യൂബുകാരൊക്കെ രണ്ടാം കിടക്കാരാണല്ലോ. അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേശസ്നേഹികളായിട്ടുള്ളവരെല്ലാം ഈ വാർത്ത നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. അതായത് അവിടെ യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു പ്രത്യേക ഘട്ടത്തിന് ശേഷം ആ നേപ്പാളിലെ വാർത്തകളൊന്നും തന്നെ ഫോളോ അപ്പ് നടത്താതിരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഒരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പറ്റാത്ത വാർത്തയായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. കാരണം ഇന്ത്യക്ക് എത്ര അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണെങ്കിലും അത് നരേന്ദ്രമോദിക്ക് മൈലേജ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കില്ല. ആ വാർത്ത പരമാവധി മുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ചില മാധ്യമങ്ങൾ അത് വളച്ചൊടിച്ച് പ്രസന്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു നിലവിലുള്ള അവസ്ഥ എന്ന് പറയാവുന്നത്. സത്യത്തിൽ നേപ്പാളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നേപ്പാളിൽ ഇതിനു മുമ്പ് എന്താണ് സംഭവിച്ചത്? വളരെ നാളുകൾക്ക് മുമ്പ് തൊട്ട് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതെല്ലാം നമ്മൾ പരിശോധിക്കണം. വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തിനെ പോലെ എന്നല്ല, ഒരു സഹോദരനെ പോലെ എന്നൊക്കെ പറയാവുന്ന ഒരു രീതിയിൽ ആയിരുന്നു ഈ നേപ്പാൾ ഇന്ത്യ ബന്ധം എന്ന് പറയുന്നത്. ഏത് രീതിയിൽ നോക്കിയാലും, കച്ചവടത്തിന്റെ കാര്യത്തിലായാലും, പൊതുജനങ്ങളുടെ ആ ഒരു ഇടപെടലുകളുടെ കാര്യത്തിലായാലും, അതുപോലെ തന്നെ ആത്മീയതയുടെ കാര്യത്തിലായാലും കൊടുക്കൽ വാങ്ങലുകൾ നടന്നുകൊണ്ടിരുന്ന ഒരു ബന്ധമാണ് നേപ്പാളും ഇന്ത്യയും തമ്മിലുണ്ടായിരുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രം സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് മാത്രം എൻട്രി കൊടുക്കാം എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് നമ്മളുടെ ഭാവി പ്രധാനമന്ത്രിയുടെ അമ്മയായിട്ടുള്ള ഇറ്റലിക്കാരിയായിട്ടുള്ള സോണിയാഗാന്ധി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് ക്ഷേത്രം അധികാരികൾ പറയുകയും ചെയ്യുന്ന അവസ്ഥ. അതോടുകൂടി നമ്മളുടെ ഇറ്റലിക്കാരിയായിട്ടുള്ള സോണിയാഗാന്ധിക്ക് പകമൂക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭർത്താവായിട്ടുള്ള രാജീവ് ഗാന്ധി സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി രാജ്യ താൽപര്യത്തെ വരെ ഹനിച്ചുകൊണ്ട് നേപ്പാളുമായിട്ടുള്ള ബന്ധം വഷളാക്കുന്നു എന്നുള്ളതാണ് പണ്ട് കാലത്ത് സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ നേപ്പാളിൽ കുറേ പേര് ഈ രാജകുടുംബത്തിലുള്ളവരെ കൊല ചെയ്തത് രാജീവ് ഗാന്ധിയുടെ ആസൂത്രണത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവർ നേപ്പാളിൽ കുറേ പേരുണ്ട്. അതൊക്കെ എന്ത് വേണേലും ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മാവോയിസ്റ്റ് സർക്കാരാണല്ലോ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും മാറി മാറി ഭരിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ മാറി മാറി ഭരിക്കുന്നു. എന്തോ 12 കൊല്ലത്തിനിടയ്ക്ക് 17 സർക്കാരോ 17 കൊല്ലത്തിനിടയ്ക്ക് 12 സർക്കാരോ അങ്ങനെയൊക്കെയുള്ള കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ ലാസ്റ്റ് ഭരണം എന്ന് പറയുന്നത്, അതായത് ഒട്ടും സ്ഥിരമല്ലാത്ത ഒരു ഭരണം നേപ്പാളിലുണ്ടായിരുന്നു. അല്ലാതെ തന്നെ അവിടെ എന്താണ് ഒരു പട്ടിണിയും പരിവട്ടവുമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഭരണവും സുസ്ഥിരമല്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ. അതിനിടയ്ക്ക് ഉള്ള പിച്ചച്ചട്ടിയിൽ കൈവാരിക്കൊണ്ടിരിക്കുന്ന അഴിമതിക്കാരായിട്ടുള്ള ഭരണകർത്താക്കൾ എന്ന് പറയുന്നതാണ് അവിടെ പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ അഴിമതിക്കെതിരെ
സോഷ്യൽ മീഡിയയിലൂടെ പല രീതിയിലും പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ, അഴിമതി പുറത്തു കൊണ്ടുവരുന്ന സന്ദർഭങ്ങൾ എല്ലാം ഉണ്ടായപ്പോൾ അവിടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിരോധിച്ചു. ആ സോഷ്യൽ മീഡിയ മോങ്ങാൻ നിൽക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീഴുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിൽ അതൊരു കാരണമാക്കി അവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം തന്നെ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി. അങ്ങനെ അവിടെയുള്ള ഭരണകർത്താക്കളെ പലരെയും അടിച്ചോടിച്ചു, ചിലരെ കൊന്നു, അവിടുത്തെ പൊതുസ്ഥാപനങ്ങളെല്ലാം, പൊതുമുതലുകളെല്ലാം നശിപ്പിച്ചു. ഉടനടി അവിടുത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ശർമ്മ ഒളി ഒളിവിൽ പോയി, അതിനുശേഷം റിസൈൻ ചെയ്തു. ഇതെല്ലാം സംഭവിച്ചു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടുത്തെ കലാപം നിന്നു പോകുന്നു. കലാപം നിന്നതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മളുടെ കലാപകാരികൾ തന്നെ അവിടുത്തെ പട്ടണങ്ങളും കാര്യങ്ങളും എല്ലാം അടിച്ചു വാരി ശുദ്ധീകരണം നടത്തുന്നു. അതിനുശേഷം ഒരു ഓൺലൈൻ വോട്ടെടുപ്പ് നടന്നു. അപ്പം ഈ സമയത്ത് നമ്മളുടെ നമ്മുടെ ഇവിടുത്തെ വേടനെ പോലെ അവിടെ ഒരു റാപ്പർ ഉണ്ട്, അതായത് ബലേൻ ഷാ എന്ന് പറയും. അദ്ദേഹം ആരാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ കാത്മണ്ഡു മേയറാണ് എന്ന് നമുക്ക് ഒഫീഷ്യലി പറയാം. പക്ഷേ അദ്ദേഹത്തിന് അമേരിക്കയുമായിട്ടുള്ള ബന്ധം ആണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. അപ്പം മനസ്സിലാവും അദ്ദേഹം ആരാണ് യഥാർത്ഥത്തിൽ എന്നുള്ളത്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്രമുഖരുണ്ട് അവിടെ. അപ്പോൾ അദ്ദേഹം പ്രധാനമന്ത്രിയാവാനൊക്കെ നമ്മളുടെ ഇന്ത്യയിലെ രാഹുൽ ഗണ്ഡിയെപ്പോലെ കുപ്പായൊക്കെ അണിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ കലാപം വന്നപ്പോൾ തന്നെ കലാപകാരികൾക്ക് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും കൊടുത്തു. എന്നിട്ട് പെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ഡീപ് സ്റ്റേറ്റ് എല്ലാ പേയ്മെന്റും കൊടുക്കുന്നുണ്ട്. ഈ കലാപത്തിന് വേണ്ടിയിട്ടുള്ളതും എല്ലാത്തിനുമുള്ള സപ്പോർട്ട് ഈ ഡീപ് സ്റ്റേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ബലേൻ ഷാ നമ്മളുടെ നേപ്പാളിന്റെ പ്രധാനമന്ത്രിയായാൽ നല്ലതായിരുന്നു, യുവാക്കളുടെ ശബ്ദമായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞ് കുറെ ഓൺലൈൻ മീഡിയ പോസ്റ്ററുകളും വീഡിയോകളും എല്ലാം പ്രചരിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് പ്രത്യേക റോളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ നേപ്പാളിന്റെ സൈന്യം അല്ലെങ്കിൽ സൈനിക മേധാവി എന്ന് പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്തു. എന്നിട്ട് അദ്ദേഹം ചില പേരുകൾ സജസ്റ്റ് ചെയ്തു. നേപ്പാളിന്റെ സൈനിക മേധാവി അല്ലെങ്കിൽ സൈന്യം എന്ന് പറയുമ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയുടെ കരസേനാ മേധാവി എന്ന് പറയുന്നത് നേപ്പാളിലെ ഓണററി ജനറലാണ്. എന്ന് പറഞ്ഞാൽ നേപ്പാളിലെ സൈനികര് ഏത് ഉന്നത തലത്തിലുള്ളവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഏത് ഉന്നത തലത്തിലുള്ളവരാണെന്നുണ്ടെങ്കിലും പരസ്പരം സല്യൂട്ട് ചെയ്യണം. അതാണ് അതിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. അതായത് ഓണററി ജനറൽ എന്ന് പറയുന്ന പദവിക്ക് അർഹനാണ് നമ്മളുടെ ഇന്ത്യയുടെ കരസേനാ മേധാവി എന്ന് പറയുന്നത് നേപ്പാളിൽ. അപ്പോൾ ഇന്ത്യയുമായിട്ട് വളരെ നല്ല ബന്ധം സൈന്യത്തിന് ഇപ്പോഴും ഉണ്ട്, പണ്ടുമുണ്ട്. കാരണം അവർ ചെറിയ സൈന്യമാണ്, അവർക്ക് എന്ത് വന്നാലും രക്ഷയ്ക്കെത്തുന്നത് ഇന്ത്യ ആയിരിക്കും എന്നുള്ള ഉറപ്പ് അവർക്ക് പണ്ട് തൊട്ടേ ഉണ്ട്. അപ്പോൾ അദ്ദേഹം 2 പേരുകൾ സജസ്റ്റ് ചെയ്ത് ഓൺലൈൻ ഒരു അഭിപ്രായ സർവേ നടത്തി. അതിൽ ഈ കലാപകാരികളടക്കം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വ്യക്തി എന്ന് പറയുന്ന ഒരു വനിതയാണ്. സുശീല കാർക്കി എന്ന് പറയുന്ന നേപ്പാളിന്റെ സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആണ്. ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ്. വളരെ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല അവരുടെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. അവരവിടെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ പൊളിറ്റിക്കൽ സയൻസിൽ ചെയ്തത് ഇന്ത്യയിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ അവർക്ക് നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്, ഈ ഇന്ത്യയിൽ പഠിച്ചിരുന്ന കാലത്തുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത്. കാരണം ഗംഗാ നദി എന്ന് പറയുന്നത് വളരെ പരിപാവനമാണ്, വളരെ സൗന്ദര്യമുള്ളതാണ്. ഗംഗാ നദിയുടെ തീരത്തുള്ള ഒരു ഹോസ്റ്റലിലാണ് അവർ താമസിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ ഈ ഗംഗാ നദിയുടെ തീരത്തുള്ള ആ ഹോസ്റ്റലിൻ്റെ ടെറസിൽ നിലാവുള്ള രാത്രികളിൽ മുകളിലോട്ടും നോക്കി കിടക്കാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്ന ഒരു അവസ്ഥ
സ്വാഭാവികമായിട്ടും താൽക്കാലിക ചുമതല ഏൽക്കാൻ വേണ്ടിയുള്ള പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു വ്യക്തിയായിട്ട് നിർദ്ദേശിക്കപ്പെടുമ്പോൾ അത് അവർ കൂടി തയ്യാറാവണം. അപ്പോൾ അവർ തയ്യാറായി. അതായത് താൽക്കാലിക പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവർ വരാൻ പോകുന്നു. അവർ കൂടി അതിന് സമ്മതം മൂളിയിരിക്കുന്നു. ആ അവസരത്തിൽ മാധ്യമങ്ങൾ അവരുടെ ഒരു ഇന്റർവ്യൂ നടത്തിയപ്പോൾ ആദ്യം തന്നെ അവർ പറഞ്ഞത് നമസ്തേ മോദിജി എന്നാണ്. ചാനലുകാർക്കല്ല, അവിടുത്തെ കലാപകാരികൾക്കല്ല, അവിടുത്തെ സൈന്യത്തിനല്ല, അല്ലെങ്കിൽ ലോകത്തിനല്ല, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു നമസ്തേ അല്ല, പകരം നമസ്തേ മോദിജി എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ആ അഭിമുഖത്തിലത്തെ ആദ്യത്തെ വാചകം എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് അവർ മറ്റ് വിഷയങ്ങളിലേക്ക് കടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ലോകത്തിലുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ആശ്വസിക്കാവുന്ന രീതിയിലുള്ള ഒരു രാജ്യം, അതായത് ലോകത്തിലെ ഒരേ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് നേപ്പാളായിരുന്നു. അത് രാജഭരണകാലത്താണ്. അതിനുശേഷം അതെന്ത് സംഭവിച്ചു? ജനാധിപത്യ സംവിധാനത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ മാവോയിസ്റ്റ് സർക്കാർ അവിടെ ഭരണത്തിലേറി. അതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത് ചില ഗൂഢശക്തികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ മാവോയിസ്റ്റ് സർക്കാർ എന്ന് പറയുന്നതും ഡീപ് സ്റ്റേറ്റിന് താല്പര്യമുള്ള ഒരു സർക്കാരായിരുന്നില്ല. അവർക്ക് താല്പര്യം എന്ന് പറയുന്നത് ക്രിസ്തു രാജ്യം വരണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവാഞ്ചലിക്കൽ ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ വരണം എന്നുള്ള ഒരു അജണ്ടയോടുകൂടി പ്ലാൻ ചെയ്ത കലാപം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അത് ഫലപ്രാപ്തിയിലേക്ക് എത്തുമ്പോൾ ഇവാഞ്ചലിക്കൽ വിശ്വാസികളായിട്ടുള്ള മന്ത്രിസഭ എന്ന് പറയുന്ന ലെവലിലോട്ട് നേപ്പാളിൽ വരേണ്ടിയിരുന്നത്. ആ സ്ഥാനത്താണ് ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പത്തെ സപ്പോർട്ട് ചെയ്യുന്ന, അവിടുത്തെ യുവജനങ്ങൾക്കെല്ലാം നല്ല രീതിയിലുള്ള സപ്പോർട്ട് നൽകാൻ തയ്യാറുള്ള, അവിടുത്തെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന, ഇന്ത്യയുമായി വളരെ നല്ല ബന്ധം സൂക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ആരാവാൻ പോകുന്നു? നേപ്പാൾ പ്രധാനമന്ത്രിയാവാൻ പോകുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ശ്രീലങ്കയിൽ പ്രശ്നങ്ങളുണ്ടാക്കി, ബംഗ്ലാദേശിൽ പ്രശ്നങ്ങളുണ്ടാക്കി, മണിപ്പൂരിൽ അവർ പ്രശ്നങ്ങളുണ്ടാക്കി. ഈ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ടാക്കി. ഏകദേശം ഇനി ഭരണമാറ്റമാണ് അവിടെ സംഭവിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ അയൽരാജ്യമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും ടാർഗറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒപ്പം നേപ്പാളിലും പ്രശ്നമുണ്ടാക്കി 90% വിജയത്തിലേക്ക് എത്തി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവസാന നിമിഷം ഇന്ത്യയിലെ യഥാർത്ഥ, ഈ കാലഘട്ടത്തിലത്തെ ഇന്ത്യയിലെ യഥാർത്ഥ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രവർത്തിച്ചു. ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ്, അതുപോലെ തന്നെ അജിത് ഡോവൽ, ഇതാണ് ഇന്ത്യയിലെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി പ്രവർത്തിക്കാൻ പോകുന്നതും ലോകത്തിലെല്ലായിടത്തും പ്രവർത്തിക്കാൻ പോകുന്നത്, അല്ലാതെ തന്നെ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അജ്ഞാതൻ കൊന്ന വാർത്ത നമ്മൾ പല സ്ഥലത്തും പല രാജ്യങ്ങളിലും കേൾക്കുന്നുണ്ട്. ഇവിടെ ഭരണത്തിൽ വരെ പിടിമുറുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റിൽ നിന്നുണ്ടായിരിക്കുന്നു. അതായത് നിലം ഉഴുതു, വിത്ത് വിതച്ചു, വളം ഇട്ടുകൊടുത്തു, എല്ലാ പരിപാലനങ്ങളും നടത്തി, അതിനുശേഷം ആ ഫലം എന്ന് പറയുന്നത് ഭക്ഷിക്കാൻ പാകമായിട്ടുള്ള പഴുത്ത അവസ്ഥയിലോട്ടെത്തിയപ്പോ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയ ഒരു അവസ്ഥ. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അമ്പേ പരാജയപ്പെട്ട അവസ്ഥ. ഇന്ത്യൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വിജയിച്ച ഒരു അവസ്ഥ. അതാണ് നേപ്പാളിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് സുശീല കാർക്കെ എന്ന് പറയുന്ന വനിതാ പ്രധാനമന്ത്രി, ഇവർക്ക് വേറൊരു ചരിത്രം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ കലാപകാരികൾ ആവശ്യപ്പെട്ടിരുന്നത് എന്താ? അഴിമതി ഭരണം അവസാനിപ്പിക്കുക. അതിനിടയ്ക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ
നമ്മൾ പല വീഡിയോകളിലും മാധ്യമങ്ങളിലും കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഭരണമാണ് വേണ്ടത് എന്ന അഭിപ്രായ സർവേ ഇങ്ങനെ മാധ്യമങ്ങൾ റോഡിൽ നടന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ ചോദിക്കുമല്ലോ. അപ്പൊ കലാപകാരികൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അതായത് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത്, നരേന്ദ്രമോദിയെ പോലെയുള്ള പ്രധാനമന്ത്രി ഞങ്ങൾക്കും വേണം എന്നാണ്. അപ്പോ നരേന്ദ്രമോദിയെ പോലെ തന്നെയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന ആ സങ്കല്പത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാവാൻ പോകുന്നു നേപ്പാളിൽ. അവരുടെ ചരിത്രം ഇനി അഴിമതിയെക്കുറിച്ച് കൂടി പറയാം. അതായത് അവര് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് അവരൊരു ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അഴിമതി വിരുദ്ധ സ്ക്വാഡ് എന്തോ അതിൻ്റെ പോലീസ് മേധാവിയെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിൻ്റെ പേരിൽ നേപ്പാളിലെ പ്രമുഖ രണ്ട് പാർട്ടികളും ചേർന്ന് പാർലമെന്റിൽ ഒരു പ്രമേയം പാസാക്കി. ഇവരെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം ആദ്യം സസ്പെൻഡ് ചെയ്തു, അതിനുശേഷം ഇവരെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം പാസാക്കി. അവസാനം അവിടുത്തെ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അത് സ്റ്റേ ചെയ്തു. അങ്ങനെ അവസാനം അവിടുത്തെ രണ്ട് പാർട്ടികളും ആ പ്രമേയം പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, അന്ന് നേപ്പാളിലെ ജനത മൊത്തം നിന്നത് ആരുടെ കൂടെയാണ്? ഈ പറയുന്ന സുശീല കാർക്കിയുടെ കൂടെയാണ്. അപ്പോ എത്രത്തോളം ജനപിന്തുണയുള്ള ഒരു വ്യക്തിയാണ് ഈ സുശീല കാർക്കി. നേപ്പാളിലെ ജനങ്ങളുടെ മനസ്സെന്താണ്, ഇന്ത്യക്കൊപ്പമാണ് എന്നുള്ളതൊക്കെ ഇവിടെ വ്യക്തമാവുകയാണ്. അതോടൊപ്പം തന്നെ നയതന്ത്രത്തിൽ ഇന്ത്യക്ക് നേടാൻ സാധിച്ചിരിക്കുന്ന ഈ അടുത്ത കാലത്തെ നേട്ടങ്ങളിൽ ഏറ്റവും പ്രമുഖമായത്, ഇപ്പോൾ ചൈന, റഷ്യ, ഇന്ത്യ ചർച്ചയെല്ലാം നടന്നു. അതെല്ലാം എല്ലാവരും സമ്മതിച്ചുകൊണ്ട് നടന്ന ഒരു ചർച്ചയാണ്. പക്ഷെ ഡീപ് സ്റ്റേറ്റിന്റെ വളരെ നാളത്തെ പ്ലാനോടുകൂടി അവസാനം നടപ്പിലാക്കി 90% വിജയത്തിലേക്ക് എത്തിയ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് അവസാന നിമിഷം ഹൈജാക്ക് ചെയ്യുന്ന അവസ്ഥ, ആ ഒരു ജയം എന്ന് പറയുന്നത് അമേരിക്കയെയാണ് ഞെട്ടിക്കുന്നത്. അല്ലാതെ നമ്മളുടെ ഈ കലാപകാരികളെ അല്ല. കലാപകാരികൾ സന്തോഷത്തിലാണ്. കാരണം നരേന്ദ്രമോദിയെ കൂടി ഗൗനിക്കുന്ന, അവരെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നേപ്പാളിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇനി ട്രംപ് വെറുതെ ഇരിക്കില്ല, ഈ ഡീപ് സ്റ്റേറ്റ് വെറുതെ ഇരിക്കില്ല. നമ്മളുടെ സൈനിക മേധാവി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, 2 or 3 തവണയായി ഇന്ത്യയിൽ എപ്പോൾ വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം, അല്ലെങ്കിൽ ഇന്ത്യ എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിലേക്ക് നീങ്ങാം. ആരുമായിട്ടാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല, പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയുടെ കരസേനാ മേധാവി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ്, നമ്മളുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഗതികേട് കൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സംഭവിച്ചിരിക്കുന്ന ഈ വൻ വിജയം എന്ന് പറയുന്നത്, പ്രധാനമന്ത്രിയുടെ കൂടി വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ വാർത്തയാക്കുന്നില്ല. രാജ്യത്തിന് നെഞ്ചിവിരിച്ച് അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു സംഭവം, ആ സംഭവം ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള യാതൊരു താല്പര്യവും കാണിക്കുന്നില്ല കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡീപ് സ്റ്റേറ്റിന്റെ ഏജന്റുമാരായിട്ട് പ്രവർത്തിക്കുന്ന ധാരാളം മാധ്യമപ്രവർത്തകരും മാധ്യമങ്ങളും ആണ് കേരളത്തിൽ കൊടികുത്തി വാണുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.